വന്നോ? Good morning, teacher. Two, three, four. നിങ്ങൾ പല കാര്യങ്ങളും ചിന്തിക്കാറില്ലേ? ഈ ചിന്തയുടെ ഉത്ഭവം എവിടെയാണെന്ന് അറിയാമോ? ഇന്ന് മസ്തിഷ്കം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വെരി ഗുഡ്. തലയോട്ടിലാണ് മസ്തിഷ്കം സ്ഥിതി ചെയ്യുന്നത്. മസ്തിഷ്കത്തിന്റെ വിവിധ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ചിന്തിക്കാൻ, ഓർമ്മിക്കാൻ, ഊഹിക്കാൻ എന്നിങ്ങനെ. ഇതെന്തായി കാണുന്നേ? തലയോടിന്റെ ഒരു ഭാഗമാണ്. എന്നാൽ മസ്തിഷ്കത്തിന്റെ ധർമ്മവും പോഷണവും എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇല്ല. എന്നാ അത് നമുക്ക് പഠിച്ചാലോ എന്ന്? ഈ ചാർട്ട് നിങ്ങൾ നിരീക്ഷിക്കണം. നിരീക്ഷിച്ചിട്ട് ഇതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്ന ആൾ പറയാം. എല്ലാവരും ഒന്ന് ചാർട്ട് നിരീക്ഷിച്ചേ. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയോ? ആരത് പറഞ്ഞേ? മസ്തിഷ്കം തലയോടിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ മസ്തിഷ്കത്തിൽ പൊതിഞ്ഞ് 3 തലപാടികളുണ്ട്. ആ അത് മെനിഞ്ചസ് എന്ന ആവരണമാണ്. മെനിഞ്ചസിന്റെ പാടികൾക്കിടയിലും മസ്തിഷ്ക അറകൾക്കിടയിലും സെറിബ്രോസ്പൈനൽ ദ്രവം നിറഞ്ഞിരിക്കുന്നു. ഇറങ്ങിയിട്ടുണ്ട്. മസ്തിഷ്ക കലകൾക്ക് പോഷകവും ഓക്സിജൻ എന്നിവ നൽകുന്നതാണ്. അതിന്റെ ധർമ്മം എന്ന് പറയുന്നത്. വെരി ഗുഡ്. അപ്പൊ നമുക്ക് എന്താ നോക്കാം ഇത്? അതായത് മസ്തിഷ്കത്തിന്റെ സംരക്ഷണവും പോഷണവും. തലയോട്ടിനുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് 3 സ്ഥലപാളികളുള്ള മെനിഞ്ചസ് എന്ന ആവരണമുണ്ട്. മെനിഞ്ചസിന്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലും സെറിബ്രോസ്പൈനൽ ദ്രവം നിറഞ്ഞിരിക്കുന്നു. മസ്തിഷ്ക കലകൾക്ക് പോഷകം, ഓക്സിജൻ എന്നിവ നൽകുക, മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക, മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക തുടങ്ങിയവയാണ് സെറിബ്രോസ്പൈനൽ ദ്രവത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത്. തലയോടിനുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കുന്നത്. നേരത്തെ ചോദിച്ചപ്പോൾ തലമുട്ട് കാണിച്ചില്ലേ? അപ്പൊ തലയോടിനുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് 3 സ്ഥലപാളികളുള്ള ഒരു ആവരണമാണ് കാണപ്പെടുന്നത്. എത്ര പാളികളുള്ള? 3 സ്ഥലപാടികളുണ്ട്. ആവരണമാണ് കാണപ്പെടുന്നത്. അതിന്റെ പേരാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. മെനിഞ്ചസിന്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലും സെറിബ്രോസ്പൈനൽ ദ്രവം നിറഞ്ഞിരിക്കുന്നു. മെനിഞ്ചസിന്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലുമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം എന്ന് പറയുന്ന ഒരു ദ്രവം നിറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ദ്രവത്തിന്റെ ധർമ്മമാണ് നമ്മൾ നോക്കുന്നത്. മസ്തിഷ്ക കലകൾക്ക് പോഷകം, ഓക്സിജൻ എന്നിവ നൽകുക, മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക, മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക തുടങ്ങിയവയാണ് സെറിബ്രോസ്പൈനൽ ദ്രവത്തിന്റെ ധർമ്മങ്ങൾ. എന്തൊക്കെയാണ്? മസ്തിഷ്ക കലകൾക്ക് പോഷകം, ഓക്സിജൻ നൽകുക. മസ്തിഷ്ക കലകൾക്ക് ഇടയിലാണ് നമ്മൾ കാണുന്നത് പറഞ്ഞില്ലേ? അപ്പൊ അതിന്റെ ഇടയിൽ എന്തൊക്കെ നൽകും? ഓക്സിജനും പോഷകവും നൽകുക. മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക. മസ്തിഷ്കത്തിനുള്ളിലുള്ള മർദ്ദം ക്രമീകരിക്കുക. അതുപോലെ തന്നെ മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുക തുടങ്ങിയവയാണ് സെറിബ്രോസ്പൈനൽ ധർമ്മങ്ങൾ. 3 ധർമ്മങ്ങൾ പറഞ്ഞ ഏതൊക്കെയാ? മസ്തിഷ്ക കലകൾക്ക് ഓക്സിജനും പോഷകവും നൽകുന്നു. അതുപോലെ തന്നെ മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക. മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുക. അപ്പൊ ഇതൊക്കെയാണ് സെറിബ്രോസ്പൈനൽ ദ്രവത്തിന്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? എന്നാൽ ടീച്ചർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ? രുചി എണീറ്റോ? മസ്തിഷ്കം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തലയോടിലാണ് സ്ഥിതി ചെയ്യുന്നത്. വെരി ഗുഡ്. ഇരുന്നോ. ആരത് എണീറ്റേ? മസ്തിഷ്കത്തിൽ സംരക്ഷിക്കുന്ന പാളിയുടെ പേര് മെനിഞ്ചസ്. വെരി ഗുഡ്. അപ്പൊ എണീറ്റേ. മസ്തിഷ്കത്തിന്റെ ഇടയിൽ കാണപ്പെടുന്ന ദ്രവത്തിന്റെ പേര് എന്തായിരുന്നു? സെറിബ്രോസ്പൈനൽ